നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ആലപ്പുഴ മുതൽ കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെല്ലാം വലിയൊരു ഭീതി പടരുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവ മോഷണ സംഘത്തിന്റെ ഭീതിയാണ് പല സ്ഥലങ്ങളിലും ഉയരുന്നത്. ഇതോടൊപ്പം നാട്ടുകാർ പലരും ഭയചകിതരായി. സാധാരണ ലോക്കൽ കള്ളന്മാർ ഈ നാട്ടിലെല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇവരെ പിടികൂടുകയും കുറുവയാണെന്ന് കരുതി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായി കോട്ടയത്തുണ്ടായ സംഭവങ്ങളാണ് ഇപ്പോൾ കുറുവ ഭീതി കോട്ടയത്തും സജീവമാണ് എന്നുള്ളൊരു ആശങ്ക ഉടലെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം തലയോലപ്പറമ്പ് വെള്ളൂരിൽ മോഷ്ടാവ് എന്ന് സംശയിച്ചെങ്കിൽ തന്നെ ഇയാൾ കൃത്യമായ മോഷ്ടാവാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. തലയോലപ്പറമ്പ് വെള്ളൂരിലെ വിവിധ വീടുകളിലെത്തിയ കന്യാകുമാരി സ്വദേശിയെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിനെ കൈമാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ പാക്കിൽ പ്രദേശത്ത് നാടോടി സംഘങ്ങൾ അലഞ്ഞു തിരിയുന്നത് കണ്ട് നാട്ടുകാർ അവരെയെല്ലാം ചോദ്യം ചെയ്യുകയും കുറുവാ സംഘങ്ങളാണെന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പല സ്ഥലങ്ങളിലും പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം ശനിയാഴ്ച രാത്രി ഉണ്ടായതാണ്. ഇത് കൂരോപ്പട ലാക്കാട്ടൂരിലാണ് ഉണ്ടായിരിക്കുന്നത്. കൂരോപ്പട ലാക്കാട്ടൂരിൽ ശിവാജി നഗർ ഭാഗത്ത് ഇതര സംസ്ഥാന തൊഴിലാളി ഒരു വീട്ടിലെത്തുകയും വാതിലിൽ തട്ടുകയും വീടിന് സമീപത്ത് പതുങ്ങിയിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് ഇവിടെ പോലീസ് സംഘം എത്തി പരിശോധന നടത്തുകയും ഇവിടെ നിന്നും ഒരാളെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇവിടെ കൈതക്കാട്ടിൽ ഈ കൂരോപ്പട ഭാഗത്ത് കൈത തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനായി എത്തിയ ബംഗാൾ സ്വദേശിയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള ഭീതി നാട്ടുകാർക്കിടയിൽ പടരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ. ഏതായാലും ഇത്തരത്തിലുള്ള മോഷണ സംഘങ്ങൾ പെരുകുന്നു എന്നുള്ളൊരു സംശയം ഉണരുന്നത് നാട്ടുകാരെയും ജാഗരൂകരാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ജാഗ്രതയോടുകൂടിയുള്ള പരിശോധനകളാണ് പല സ്ഥലങ്ങളിലും നാട്ടുകാരും പോലീസും സംയുക്തമായി തന്നെ നടത്തുന്നത്. ഏതായാലും ഇതോടുകൂടി ലോക്കൽ കുറവുകളാണെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന മോഷ്ടാക്കളാണെങ്കിലും ഇവരെ തടയാൻ ഈ ഒരു ജാഗ്രത കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കോട്ടയത്തു നിന്നും ടീം ജാഗ്രത.